അപ്പോൾ നൂറ പറഞ്ഞു ചെയ്യാൻ പറ്റില്ല എന്ന്. ആദ്യം നൂറ പറഞ്ഞു ചെയ്യാം, അല്പസമയം കഴിഞ്ഞിട്ട് ചെയ്യാം, ലൈറ്റൊക്കെ ഓഫാക്കിയാലും എനിക്ക് കുഴപ്പമില്ല, അത് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന്. ഫ്ലോർ ക്ലീൻ ചെയ്യാനാണ് പറയുന്നത്. നൂറ ചെയ്യില്ല എന്നൊരു തോന്നല് അക്ബറിന് വന്നതുകൊണ്ടായിരിക്കാം. നേരെ അനീഷിൻ്റെ അടുത്തേക്ക് പോവാണ്. അനീഷും അനുമോളും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് അനീഷിൻ്റെ അടുത്ത് പറയാണ് നിങ്ങൾ ബാത്റൂം കഴുകണം എന്ന്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഞാൻ ഓൾറെഡി രാവിലെ ബാത്റൂം കഴുകിയതാണല്ലോ, എൻ്റെ ഡ്യൂട്ടിയൊക്കെ ഞാൻ ചെയ്തതാണല്ലോ, പിന്നെ എന്തിനാണ് ഞാൻ വീണ്ടും ചെയ്യുന്നത്? അപ്പോൾ ക്യാപ്റ്റൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ചെയ്യണം എന്ന്. ക്യാപ്റ്റനോടൊന്ന് പോയി സംസാരിക്കുമെന്ന്. ക്യാപ്റ്റനുള്ളത് നൂറാണ് കേട്ടോ. നൂറടുത്ത് പോയി സംസാരിക്കാൻ അനീഷിനെ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ആ കിടില മറുപടിയാണ് കേട്ടോ അനീഷ് കൊടുക്കുന്നത്. നിങ്ങളാണ് വീടിൻ്റെ ക്യാപ്റ്റൻ, വീടിൻ്റെ ക്യാപ്റ്റനാണ് ഇവിടുത്തെ സർവ്വാധികാരികൾ, ഭരണാധികാരികൾ അല്ലേ. അത് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഓരോ ടീം ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുന്നത്. ആ ടീം ക്യാപ്റ്റനായിട്ടാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്. അതിലുള്ള അംഗങ്ങളുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് നിങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനാ ഇപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറയുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ അക്ബറെ, വീടിൻ്റെ ക്യാപ്റ്റന്മാരാണ്, നിങ്ങൾ പോയി ടീം ക്യാപ്റ്റനോട് പറയൂ, നൂറോട് സംസാരിക്കൂ. ഞാൻ എന്തിനാ നൂറോട് സംസാരിക്കുന്നത്? എൻ്റെ ഡ്യൂട്ടി ഞാൻ രാവിലെ ചെയ്തിട്ടുണ്ട്. രാവിലെ എൻ്റെ ഡ്യൂട്ടി മാത്രമല്ല, ഞാൻ ബാത്റൂം രണ്ടും ക്ലീൻ ചെയ്തു. അത് കഴിഞ്ഞതാ നിങ്ങൾ കിച്ചണിലും വന്ന് ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി എന്നോട് ഡ്യൂട്ടി ചെയ്യാൻ പറയണ്ട. അപ്പോൾ അക്ബർ പറയുന്നുണ്ട് അനീഷേട്ടൻ പോയി ഒന്ന് നൂറോട് സംസാരിക്കുമെന്ന്. അപ്പോഴും അക്ബറിനോട് അനീഷ് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഞാനല്ല സംസാരിക്കേണ്ടത്, നിങ്ങളാ സംസാരിക്കേണ്ടത്. നിങ്ങൾ വീട്ടിലെ കീഴ്വഴക്കം അങ്ങനെയാണ്. ക്യാപ്റ്റന്മാർക്ക് ടീം ക്യാപ്റ്റനോടാണ് സംസാരിക്കാനുള്ള അധികാരമുള്ളത്. നിങ്ങൾ അങ്ങനെയാണല്ലോ പറയുന്നത്. നമ്മളോടൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല, ഞങ്ങൾ ടീം ക്യാപ്റ്റനോട് സംസാരിക്കാമെന്നല്ല നിങ്ങൾ ടീം തിരിക്കുമ്പോൾ പറഞ്ഞത്. പിന്നെ എന്തിനാ ഇപ്പം എൻ്റെ അടുത്ത് വന്ന് പറയുന്നത്? അങ്ങനെ തിരിച്ചൊന്നും പറയാൻ പറ്റാതെ ക്യാപ്റ്റന്മാർ മിണ്ടാതെ പോകുന്ന രംഗമാണ് കേട്ടോ കാണുന്നത്. അനീഷ് കണക്കിന് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വഴക്കും ബഹളവും ഒച്ചപ്പാടും ഇല്ലാതെ ഇങ്ങനെ സൗമ്യമായിട്ടും പെരുമാറാം, വായടപ്പിക്കാം. അത് എങ്ങനെയാണെന്ന് ഇന്നിപ്പോൾ ഇതാ അനീഷ് കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. അത് എന്തായാലും അടിപൊളിയായിട്ടുണ്ട്, ഗംഭീരമായിട്ടാണ് ലൈവിൽ അത് വന്നിരിക്കുന്നത്. എപ്പിസോഡിൽ എത്രത്തോളം കാണിക്കുമെന്ന് അറിയില്ല. ക്യാപ്റ്റന്മാരുടെ അല്ലേ കൊമ്പൊടിച്ചിരിക്കുന്നത്. അതൊരു പക്ഷേ ഇത്രത്തോളം പഞ്ചോട് കൂടിയിട്ട് ഒരു പക്ഷേ എപ്പിസോഡിൽ കാണില്ലായിരിക്കും. നമുക്ക് നോക്കാം കാണുമോ എന്നുള്ളത്, കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിലുണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.